നിങ്ങളൊരു ജീനിയസ് ആണോ എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കൂളിലുള്ള മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി കുറച്ചുകൂടിയൊക്കെ സയൻസിലോ മാത്സിലോ ഒക്കെ കൂടുതൽ ക്യൂരിയോസിറ്റിയും കൂടുതൽ പഠിക്കണമെന്ന ആഗ്രഹവും കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യണമെന്ന ചിന്തയും ഒക്കെയുള്ള ആളാണോ നിങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്റ്റുഡൻ്റ് ആണോ നിങ്ങൾ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു എക്സ്ട്രാ ഓർഡിനറി ആയി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് കേൾക്കണം. എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയാറുണ്ട് നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ ഒരു ആവറേജ് ആണ് നമ്മൾ പറയും. എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയുള്ള ആളുകളുമായിട്ടാണോ കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു ആവറേജ് ആയിരിക്കും നമ്മൾ. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫ്രണ്ട്സ് സർക്കിൾ എന്ന് പറയുന്നത് ഭയങ്കരമായി അക്കാദമിക്സ് ഒക്കെ നന്നായി പഠിക്കുന്ന, അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന, നല്ല രൂപത്തിൽ കുറേ സയൻസ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന, മാത്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോബ്ലംസ് ഒക്കെ കൊടുത്ത് അത് ചെയ്ത് അത് അങ്ങനെ ഒരു സർക്കിളാണ് നമുക്കുള്ളതെന്ന് വിചാരിക്കാം. ഒരു ഫ്രണ്ട് സർക്കിളാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ വി വിൽ ബി ആവറേജ് ഓഫ് ദാറ്റ് ഗ്രൂപ്പ് അല്ലേ. നമ്മളെന്ത് ചെയ്യും, അതിൽ കൂടുതൽ അങ്ങനെയുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ മാറും. എന്നാൽ നമ്മൾ പിന്നെ ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്കൂളുകളിലൊക്കെ പലതരത്തിലുള്ള ഗ്യാങ്ങുകളൊക്കെ ഉണ്ടാവുമല്ലോ. ഉദാഹരണത്തിന് ഈ ഡ്രഗ്സും അങ്ങനെ ജീവിതം നശിപ്പിക്കുന്ന കുറേ പരിപാടികളുണ്ടല്ലോ അല്ലേ. പിന്നെ ലഹരി, അതേപോലത്തെ കഞ്ചാവ്, MDMA അങ്ങനെയുള്ള കുറേ പുതിയ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ വളരെ ചെറിയ സമയത്തുള്ള ഒരു ആസ്വാദനത്തിന് വേണ്ടി ജീവിതം മുഴുവൻ കുട്ടിച്ചോറാക്കുന്ന തരത്തിലുള്ള കുറേ പരിപാടികൾ. അങ്ങനെയുള്ള ഒരു ഫ്രണ്ട് സർക്കിളാണ് നിങ്ങൾ ഇതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ചുറ്റിലുള്ള നമ്മുടെ മെയിൻ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരു 10 ആളുകൾ അല്ലെങ്കിൽ ഒരു 7 ആളുകൾ അങ്ങനെ ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വി വിൽ ബി ആവറേജ് ഓഫ് ദാറ്റ് ഗ്രൂപ്പ് അല്ലേ. നമ്മളെന്ത് ചെയ്യും, പതിയെ നമ്മൾക്കും ആ ഡ്രഗ്സ് ഒന്നും അത്ര വലിയ പ്രശ്നമല്ലാത്ത, ഈവൻ കുറച്ചൊക്കെ ഉപയോഗിച്ച് തുടങ്ങുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പതിയെ ഇങ്ങനെ മാറും അല്ലേ. എന്ന് വെച്ചാൽ നമ്മൾ ആരുമായിട്ടാണോ കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്നത് അവരുടെ, അല്ലെങ്കിൽ ആരുടെ കൂടെയാണോ നമ്മളുള്ളത് അവരുടെ ആവറേജ് ആയിരിക്കും നമ്മൾ. ഇത് എല്ലാ വിഷയത്തിലും കേട്ടോ, നമ്മളെല്ലാ തരത്തിലും നമ്മൾ ഇടപെടുന്ന ആളുകൾ, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ സർക്കിൾസ്, ഇതൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള രൂപത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെയാണ് നമ്മൾ പറയുന്നത് നമ്മുടെ അക്കാദമിക്സിലേക്ക് ഇത് കൊണ്ടുവരിക. അക്കാദമിക്സിലേക്ക് ഇത് കൊണ്ടുവന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ കുറച്ചും കൂടിയൊക്കെ കൂടുതൽ പഠിക്കണം, കൂടുതൽ എന്തെങ്കിലുമൊക്കെ സയൻസിലും മാത്സിലൊക്കെ എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമുക്കറിയാലോ ഒരു സാധാരണ ഒരു സ്കൂളിലുള്ള സ്റ്റുഡൻസിൻ്റെ ഒരു റാൻഡം ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നല്ലോണം പഠിക്കുന്ന കുറച്ച് കുട്ടികളുണ്ടാവും, തീരെ പഠിക്കാത്ത കുറേ കുട്ടികളുണ്ടാവും, ഒരു മിഡിൽ ലെവലിലുള്ള ഒരു 60% കുട്ടികളും ഒരു മിഡിൽ ലെവലിലൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ സ്കൂളിലുള്ള കുട്ടികളുടെ കൂടെ മാത്രമാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ മാത്രമാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വി വിൽ ബി ആവറേജ് ഓഫ് ദാറ്റ് ഗ്രൂപ്പ് അല്ലേ. നമ്മുടെ സ്കൂളിലുള്ള ആ സ്റ്റുഡൻസിൻ്റെ ഒരു ആവറേജ് ആയിരിക്കും നമ്മൾ. മറ്റുള്ളവരെ പോലെയൊക്കെ തന്നെ ചിലപ്പോൾ നമ്മൾ ടോപ്പറായിട്ടുണ്ടാവും, എന്നാലും അവരുടെയൊക്കെ ഒരു ലെവലിലൊക്കെ നിൽക്കുന്ന അവരുടെ കൂട്ടത്തിൽ അല്ലേ, മൂക്കില്ലാ രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്നൊക്കെ പറയുന്നത് പോലെ അവരുടെ കൂട്ടത്തിലുള്ള ഒരാളായിരിക്കും നമ്മൾ അല്ലേ. ഇങ്ങനെ മതിയോ? അതാണ് നമ്മൾ ആദ്യം ചോദിക്കേണ്ടത്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്നു, അതിൽ മാർക്കൊക്കെ വേണം. പക്ഷേ ആ സ്കൂളിലുള്ള കുട്ടികളുടെ കൂടെ മത്സരിച്ച് അവരുടെ ഒരു ടോപ്പറായാൽ മാത്രം മതിയോ, അല്ലെങ്കിൽ ആ ഒരു ആവറേജ് മാത്രം മതിയോ നമുക്ക്? എല്ലാം നന്നായി. ഞാനതാണ് ആദ്യം ചോദിച്ചത്, ആർ യു ജീനിയസ്? നിങ്ങൾ ജീനിയസ് ആണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറ്റും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിനെ ട്രൈ ചെയ്യണം എന്നൊരു മനസ്സെങ്കിലും നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ സർക്കിൾ കുറച്ചുകൂടി വിശാലമാക്കണം. കുറച്ചുകൂടി സീരിയസ് ആയി സയൻസിനെയും മാത്സിനെയൊക്കെ പഠിക്കുന്ന, അത് നിരന്തരം ചർച്ച ചെയ്യുന്ന ഒരു ഗ്രൂപ്പിലേക്ക്, ഒരു പൂൾ ഓഫ് സ്റ്റുഡൻസിലേക്ക് നിങ്ങൾ എത്തിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കുറച്ചുകൂടി ബെറ്റർ ആവാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം സ്കൂളിൽ പഠിക്കുമ്പോൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? കുറച്ചുകൂടി ടോപ്പർ ആവാനൊക്കെ നോക്കും. എന്നാൽ നിങ്ങൾ ടോപ്പേഴ്സ് മാത്രമുള്ള ഒരു സ്കൂളിലാണെങ്കിലോ നിങ്ങൾക്ക് നന്നായി കോമ്പീറ്റ് ചെയ്യും അല്ലേ. കുറച്ചുകൂടി നന്നായി വർക്ക് ചെയ്തിട്ട് അവരിലും ടോപ്പർ ആവാൻ നിങ്ങൾ നോക്കും. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇപ്പം XandYയുടെ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട്. ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ കേവലം ഒരു ട്യൂഷൻ ക്ലാസ് അല്ല. നമ്മൾ 6 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് അവർ സ്കൂളിൽ പഠിക്കുന്ന സയൻസും മാത്സും അതിൻ്റെ കൂടെ തന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് എൻട്രൻസ് എക്സാംസിനൊക്കെ പറ്റുന്ന രൂപത്തിലേക്ക് നമ്മുടെ കോണ്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ XandY ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? സ്കൂളിൽ പഠിക്കുന്നതിൻ്റെയും എക്സ്ട്രാ പഠിക്കാൻ കഴിവുള്ള കുട്ടികളാണ് XandY ഫൗണ്ടേഷനിൽ ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഓൾറെഡി XandY ഫൗണ്ടേഷനിലേക്ക് വരുന്നവർ വ്യത്യസ്ത സ്കൂളുകളിലുള്ള ടോപ്പേഴ്സ് ആയിരിക്കും. ആ വ്യത്യസ്ത സ്കൂളുകളിലുള്ള ടോപ്പേഴ്സിൻ്റെ ഒരു പൂളാണെന്ത്? XandY ഫൗണ്ടേഷനിലുള്ള സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫൗണ്ടേഷനിൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ സർക്കിൾ ആരാണ്? വ്യത്യസ്ത സ്കൂളുകളിലുള്ള ഗൾഫ് കൺട്രീസിലും നമ്മുടെ നാട്ടിലൊക്കെ ആയിട്ടുള്ള ബാംഗ്ലൂരും ചെന്നൈയിലൊക്കെ ഉള്ള വ്യത്യസ്ത സ്കൂളുകളിലുള്ള ഒരു അബോവ് ആവറേജ് സ്റ്റുഡൻസിൻ്റെ ഒരു പൂളിലേക്ക് നിങ്ങൾ എത്തുന്നു. പിന്നെ അവരുമായി മത്സരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? കുറച്ചുകൂടി നന്നായി വർക്ക് ചെയ്യേണ്ടി വരും, എഫേർട്ട് ഇടേണ്ടി വരും. അതുവഴിയാണ് നിങ്ങളുടെ സ്കില്ലും ബാക്കി കാര്യങ്ങളും എല്ലാം ഡെവലപ്പ് ആവുക. ഇതുകൊണ്ടാണ് നമ്മുടെ പൂൾ സെലക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സർക്കിൾ സെലക്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ XandY ഫൗണ്ടേഷൻ യഥാർത്ഥത്തിൽ ഹാൻഡ് പിക്ക് ചെയ്യാൻ
നല്ല നല്ല കുട്ടികളെ നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്ത് അവർക്ക് ഏറ്റവും നല്ല സൗകര്യങ്ങൾ കൊടുത്ത്, ഏറ്റവും നല്ല കോണ്ടന്റ് കൊടുത്ത്, ഏറ്റവും നല്ല ക്ലാസ്സുകൾ കൊടുത്ത്, ഏറ്റവും നല്ല മെൻറ്റർഷിപ്പ് കൊടുത്ത്, എന്നുവെച്ചാൽ അവർ നമ്മളിങ്ങനെ കുറേ ക്ലാസ് തരിക എന്നുള്ളത് മാത്രമല്ല, അത് കാണാനുള്ള മോട്ടിവേഷനൊക്കെ വേണ്ടേ അല്ലേ? ആ നിലക്കുള്ളൊരു ഫോളോ അപ്പ് അടക്കമുള്ള ഒരു സിസ്റ്റമാണ് XandY Learning എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ഈ രൂപത്തെയാണ് കുറച്ചുകൂടി സാധാരണ സ്കൂൾ ലെവലിൽ നിന്നും കുറച്ച് മുകളിലേക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ ഭാഗമാകാൻ അടുത്ത വർഷം നമ്മൾ പിന്നെ ഏപ്രിലോടുകൂടി തന്നെ, മാർച്ച് ഏപ്രിലോടുകൂടി തന്നെ നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങും. അപ്പോൾ തന്നെ തുടക്കം മുതൽ തന്നെ ഈ ഒരു പൂളിൻ്റെ ഭാഗമാകാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുന്നത് ഒരു എക്സ്ട്രാ വർക്കാണ് അല്ലേ? നമ്മുടെ സ്കൂൾ ലെവലിലുള്ള സാധാരണ ട്യൂഷൻ ക്ലാസ് അല്ല, അതന്നെ ക്ലാസ് കൊടുത്ത് വിടുകയല്ല. കൃത്യമായ അസസ്മെൻറ്റ്സും പീരിയോഡിക് ആയിട്ടുള്ള അസസ്മെൻറ്റ്സും അതേപോലെ തന്നെ മെൻറ്റർഷിപ്പും അതേപോലെ ലൈവ് ക്ലാസ്സുകളും ഡൗട്ട് ക്ലിയറൻസും എല്ലാം അടങ്ങുന്ന ഒരു നല്ല ഒരു വർക്കാണ് യഥാർത്ഥത്തിൽ XandY ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് സാധാരണ ട്യൂഷൻ ഫീസിൻ്റെ ആ ഒരു ഫീലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല അല്ലേ? കുറച്ചുകൂടി ഓരോ പേഴ്സണൽ അറ്റൻഷൻ കൊടുത്തുകൊണ്ടാണ് മെൻറ്റർഷിപ്പ് നമ്മൾ ചെയ്യുക. ഓരോ കുട്ടിയെയും വിളിച്ച് അന്വേഷിക്കുകയും പഠിച്ചോന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിൻ്റേതായ ഒരു ചിലവുണ്ടാവും അല്ലേ? അതുകൊണ്ട് തന്നെ XandYയുടെ ഫീ എന്ന് പറയുന്നത് സാധാരണ ട്യൂഷൻ ക്ലാസ്സിൻ്റെ ഫീല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്കതിനുള്ള എഫേർട്ട് ഒരുപാടാണ്. എന്നാൽ മറ്റു പല ഫൗണ്ടേഷൻ കോഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ അതേ രൂപത്തിലോ അല്ലെങ്കിൽ അതിനേക്കാൾ താഴെയോ ആണ് XandYയുടെ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ ഫീ. ഇനി ഞാൻ പറയുന്നത്, ഇൻ കേസ് നിങ്ങൾക്ക് XandYയുടെ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ ഫീസും ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് നമ്മുടെ താഴെയുള്ള നമ്പറിലൊക്കെ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കിട്ടും. ഇനി ഇൻ കേസ് നിങ്ങൾ പറയാണ് എനിക്ക് കൂടുതൽ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, ഞാനൊരു ജീനിയസ് ആണ്, പക്ഷേ എനിക്ക് എൻ്റെ പാരൻസിന് അത്ര ഇപ്പോൾ ആ ഒരു ഫീ അടക്കാനുള്ള ഒരു അവസരമില്ല, അല്ലെങ്കിൽ അത്ര അടക്കാനുള്ള ഒരു അവസ്ഥ ഇപ്പോൾ ഇല്ല എന്ന ഒരു അവസ്ഥ നിങ്ങൾ ജെന്യൂനായി ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് മുമ്പിൽ ഒരു സൊല്യൂഷനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതെന്താ ചോദിച്ചാൽ, നിങ്ങൾക്ക് കഴിവുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ജീനിയസ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു, ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, പക്ഷേ ഫീയുടെ പ്രശ്നം കൊണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ജീനിയസ് ആണെങ്കിൽ ഞങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറാണ്. നിങ്ങൾ ജീനിയസ് ആണെങ്കിൽ XandY നിങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറാണ്. വെച്ചാൽ കുറച്ച് ഹാൻഡ് പിക്ക് ചെയ്ത കുറച്ച് കുട്ടികൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാവർക്കും ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഒരു സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എനിവേ, അങ്ങനെ ഏറ്റവും നല്ല സ്റ്റുഡൻസിനെ നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് നമ്മൾ പരമാവധി ഏറ്റവും ടോപ്പിൽ വരുന്നവർക്കൊക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടും, അതല്ലാത്തവർക്ക് പരമാവധി കുറച്ചുകൊണ്ടൊക്കെ ഫീ കുറച്ചുകൊണ്ടും അവർക്ക് ഈവൻ അങ്ങോട്ട് ക്യാഷ് പ്രൈസുകൾ കൊടുത്തുകൊണ്ടടക്കം നമ്മൾ ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ പൂൾ വലുതാക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ജീനിയസ് ആണ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാവുന്ന ഒരു എക്സാമാണ് XET എന്ന് പറയുന്നൊരു എക്സാം. ഓക്കെ, ഈ XET എന്ന് പറയുന്നത് XandY എൻട്രൻസ് സ്കോളർഷിപ്പ് ടെസ്റ്റാണ്. ഈ XandYയിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്ന, എന്നാൽ കുറച്ച് ഫീ റിഡക്ഷനിലൊക്കെ പഠിക്കണം, അല്ലെങ്കിൽ ആ രൂപത്തിൽ ഒരു ക്യാഷിൻ്റെ പ്രശ്നമുള്ളവരോ അല്ലാത്തവരോ ആയിട്ടുള്ള അത്ര ഫീസ് കൊടുക്കാതെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ പ്രത്യേകിച്ചും, അതേപോലെ തന്നെ കുറച്ച് ക്രാഷ് പ്രൈസസ് ഒക്കെ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും വളരെ സീരിയസ് ആയി പ്രിപ്പയർ ചെയ്ത് എഴുതേണ്ടുന്നൊരു എക്സാമാണ് XET എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അതിന് പിൻ ചെയ്ത് വെക്കുന്നതാണ്. അത് രജിസ്റ്റർ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഓഗസ്റ്റ് 31 എക്സാം, അതിന് മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. കുറച്ച് പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ നല്ല രൂപത്തിൽ നല്ലൊരു പിന്നെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പഠിക്കാൻ കഴിവുള്ളവരോ അല്ലെങ്കിൽ അങ്ങനെ പഠിക്കുന്നവരോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ എക്സാമിൽ മുന്നിൽ വരാൻ സാധിക്കും. നിങ്ങൾക്ക് വളരെ റിഡക്ഷനോടുകൂടി തന്നെ XandY ടീമിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഫാമിലിയുടെ ഭാഗമാകാൻ നിങ്ങൾക്ക് സാധിക്കും. ഇതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. അതുകൊണ്ട് എല്ലാവരും, നിങ്ങൾ ഇപ്പം ഭയങ്കരമായി ടോപ്പേഴ്സ് അല്ല നിങ്ങൾ തോന്നുകയാണെങ്കിലും ആ ഒരു ആഗ്രഹമെങ്കിലും നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ, ഭാവിയിൽ സയൻസ് മാത്സ് ഫീൽഡിലൊക്കെ കുറച്ച് മുന്നോട്ട് വരണം എന്നൊരു ലക്ഷ്യബോധം നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഫാമിലിയുടെ ഭാഗമാകാൻ നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും XET, അത് പിന്നെ സാമ്പത്തിക പ്രശ്നമുള്ളവർ മാത്രമൊന്നുമല്ല, എല്ലാവരും XET എഴുതുക. പക്ഷേ ഇങ്ങനെയുള്ളവർ പ്രത്യേകിച്ചും എന്ത് ചെയ്യുക, അതിനെ സീരിയസ് ആയിട്ട് അതിനെ കാണുക എന്നുള്ളത് കൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിവേ, ഓഗസ്റ്റ് 31 നമ്മുടെ എക്സാം. അത് എല്ലാവരും സീരിയസ് ആയി എഴുതുക. നമ്മുടെ ഓൾറെഡി XandY സ്റ്റുഡൻസ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു ഫൈനൽ എക്സാം വേറെ വരാനുണ്ട്. അതല്ലാതെ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്ത സ്റ്റുഡൻസിനാണ് ഈ ഒരു XET എക്സാം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, എല്ലാവരും അത് എഴുതുക. നിങ്ങളുടെ ആരുടെയെങ്കിലും ഈ രൂപത്തിൽ ആഗ്രഹമുള്ള, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു നല്ലൊരു പൂളിലേക്കൊക്കെ എത്തിപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അതിന് യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അവർക്കൊരു സഹായകമാകട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. താഴെയുള്ള ലിങ്ക് വഴി രജിസ്റ്റർ ചെയ്ത് വളരെ സീരിയസ് ആയി പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.